ലൈംഗികാതിക്രമ കേസ് പ്രതിയായ ജെഡിഎസ് നേതാവ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് മെയ് 31-ന് ബംഗളൂരുവിലെത്തി കീഴടങ്ങുമെന്ന് പ്രജ്വൽ രേവണ്ണ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. നാട്ടിലേക്ക് തിരികെ ಟಿಕೆಟ್ ബുക്ക് ചെയ്തതായി സൂചന. ಪ್ರಜ್ವಲ್ന്റെ ಡಿಪ್ಲೊಮ್ಯಾಟಿಕ್ ಪಾಸ್ಪೋರ್ಟ್ ರದ್ದಾಕಾനുള്ള ನೀಕತಿലാണ് ವಿದೇಶಕಾರ್ಯ ಮಂತ್ರಾಲಯ. ಹಾಗಾಗಿ ಇವನ್ನೆಲ್ಲ ನೋಡಿದಂತ ಸಂದರ್ಭದಲ್ಲಿ ಇದ್ದಿದ್ದು ಇನ್ನ ಒಂದು ಆಘಾತ ಆಗಂತ ಕೆಲಸ ಆಗಿ ನಾನೇ ಒಂಚೂರು ದೂರ ಇದ್ದೆ. ಹಾಗಾಗಿ ಯಾರು ಕೂಡ ಇದ್ರ ಬಗ್ಗೆ ತಪ್ಪು ತಿಳಿಯೋದು ಬೇಡ. ನಾನೇ ಖುದ್ದಾಗಿ ಶುಕ್ರವಾರ ಏನು 31ನೇ ತಾರೀಕು 10 ಗಂಟೆಗೆ SIT ಮುಖಾಂತರ SIT ಮುಂದೆ ಬಂದು ನಾನು ಸಂಪೂರ್ಣ ಈ ಇನ್ವೆಸ್ಟಿಗೇಷನ್ಗೆ ಸಹಕಾರ ಕೊಡೋ ಮುಖಾಂತರ ನಾನು ಇದಕ್ಕೆ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಉತ್ತರ ಕೊಡುವಂತ ಕೆಲಸನ ಮಾಡ್ತೀನಿ. ಹಾಗೆ ನ್ಯಾಯಾಲಯದ ಮೇಲೆ ನನಗೆ ನಂಬಿಕೆ ಇದೆ. ಖಂಡಿತವಾಗ್ಲೂ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണുള്ളത്. അരുൺ, മെയ് 31 ചൊവ്വാഴ്ച 10 മണിക്ക് പോലീസിന് മുമ്പിൽ ഹാജരാകും. അതേപോലെ തന്നെ താൻ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കൂടിയൊന്ന് സ്ഥിരീകരിക്കുന്ന വീഡിയോ കൂടിയല്ലേ ഇത്? മാത്രമല്ല പാർട്ടിയോടും ജനങ്ങളോടും ഒക്കെ ക്ഷമ ചോദിച്ചിട്ടുമുണ്ടല്ലോ. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയോടും കുടുംബത്തോടും മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ സന്ദേശം ആരംഭിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, അതായത് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടന്നത്. ഒരു മാസത്തിന് ശേഷമാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത്. അതിൽ ഈ പ്രതികരണത്തിൽ പ്രധാനമായും പറയുന്നത്, അതായത് താൻ വിദേശത്തേക്ക് കടന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വിദേശ യാത്രയാണ്, അല്ലാതെ കേസ് എടുത്തതിന് പിന്നിലെ വിദേശത്തേക്ക് കടന്നു എന്ന പ്രചാരണം തെറ്റാണ് എന്നതാണ് പ്രജ്വൽ രേവണ്ണ ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതിൽ പിന്നീട് വിദേശത്തിന് ശേഷം ഈ കേസിന്റെ നിലയാകെ മാറി. ഇത് വലിയ രാഷ്ട്രീയ പ്രചാരണത്തിനായി കോൺഗ്രസ് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുകയും തെറ്റായ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നതാണ് പ്രജ്വൽ പറയുന്നത്. തന്നെ മാനസികമായി വലിയ രീതിയിൽ തളർത്തുകയും ഡിപ്രഷനിലേക്ക് ഉൾപ്പെടെ കടക്കുകയും ചെയ്തു. അങ്ങനെ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് പ്രജ്വൽ പറയുന്നത്. അതാണ് ഈ SITക്ക് മുന്നിൽ കീഴടങ്ങാൻ വൈകിയത്. നേരത്തെ അഭിഭാഷക മുഖേന ഉടൻ കീഴടങ്ങുമെന്ന കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മാറിയതിന് പിന്നാലെ തുടർന്നാണ് കീഴടങ്ങുന്നത് വൈകിയതെന്നാണ് പ്രജ്വൽ പറയുന്നത്. നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണം ആവശ്യം അതിൽ അനുകൂല പ്രതികരണം നടത്തിയിരുന്നില്ല. എന്നാൽ കർണാടക സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനിടെയാണ് ഈ വീഡിയോ സന്ദേശം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ JDS അധ്യക്ഷനായിട്ടുള്ള, അതോടൊപ്പം പ്രജ്വലിന്റെ മുത്തച്ഛൻ കൂടിയായിട്ടുള്ള HD ദേവഗൌഡ രൂക്ഷമായ ഭാഷയിൽ താക്കീത് നൽകിയിരുന്നു. 31 വെള്ളിയാഴ്ച 10 മണിക്ക് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് പ്രജ്വൽ രേവണ്ണ അറിയിച്ചിരിക്കുന്നത്. ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.